അങ്ങനെ ഗൈസ് 2 ദിവസമായി ക്ലീനിങ് തുടങ്ങിയിട്ട് ഇന്നത്തോടെ ഫിനിഷായി. പിന്നെ ഇനി എത്ര അടുക്കി വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം ഉണ്ടാവും, 2 ദിവസം കഴിയുമ്പോഴേക്ക് വീണ്ടും പഴയതുപോലെ തന്നെയാവും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഞാൻ പറഞ്ഞില്ലേ 2 ദിവസമായിട്ട് ക്ലീനിങ്ങിന് ഇറങ്ങിയതാന്ന്. ഫുൾ ബുക്സ് എല്ലാം അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. എക്സാം ആയിക്കഴിഞ്ഞാൽ ഒരു അടുക്കും ചെട്ടി നമ്മളെ മാച്ചൂനുണ്ടാവില്ല. അപ്പോൾ ഞാൻ എക്സാം കഴിയട്ടെ, ഞാൻ എക്സാം കഴിഞ്ഞാൽ എല്ലാം എടുത്ത് പിറക്കി വെക്കിയത്. ഇന്നലെ മുതലേ ക്ലീനിങ് ആയിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ ഭാഗം ബുക്സ് എല്ലാം ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നല്ല ക്ലീൻ ആയിട്ട് വരും. ഇതിപ്പോൾ ഒഴിവാക്കാനും പറ്റില്ല, കാരണം വെച്ചാൽ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പുറം പോകാനും കഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ അതെല്ലാം അങ്ങനെ പിന്നെ അവിടെ ഡംപ് ചെയ്ത് വെക്കുന്നത്. 8th-ലതുണ്ട്, 9th-ലതുണ്ട്, ഇനിയിപ്പോൾ 10th-ലെയും കൂടിയാവും. അപ്പോൾ ഫുൾ ഷെൽഫ്സ് മുഴുവനും ബുക്സാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക ക്ലീനായിട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ ഇത് 2 ദിവസം ഉണ്ടാവും, ഞാൻ പറഞ്ഞ പോലെ 2 ദിവസം കഴിയുമ്പോഴേക്കും ആദ്യം എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇനി ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് പിന്നെ ചെറിയ കാക്കൻ്റെ വീട്ടിൽ പോകണം. ഇന്നലെ ചെറിയ കാക്കൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ പിന്നെ ഇന്നലെ പോയിട്ടെല്ലാം ഒന്ന് അവിടെ നിന്ന് ഒച്ചപ്പാടെല്ലാക്കിയിട്ട് വരാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ വളരെ ക്ലീനിങ്ങിന് ഇറങ്ങിയോണ്ട് അതിനൊന്നും സമയം കിട്ടിയില്ല. ശരിക്കും ഇന്ന് കാലത്ത് തന്നെ ഉണ്ടല്ലോ വയനാട് ചുരം കയറേണ്ട മനുഷ്യന്മാരാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് വരെ ചെറിയ കാക്കൻ്റെ എസ്റ്റേറ്റ് ഉണ്ടാവും. അപ്പം ഇന്ന് പോയിട്ട് നമ്മൾ രാത്രി അടിച്ചു പൊളിച്ച് നാളെ വരാമെന്നെല്ലാം വിചാരിച്ചിരുന്നത്. പക്ഷേ ആ തീരുമാനങ്ങളെല്ലാം മാറ്റി മറിച്ചുകൊണ്ട് നമ്മളെ മാച്ചൂൻ്റെ സ്കൂൾ നാളെ തുറക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഡേ തന്നെ ആയിട്ടും പിന്നെ ലീവാക്കാനും കഴിയില്ലല്ലോ. അതുകൊണ്ട് ആ പ്ലാനിങ് എല്ലാം അവിടെ പിന്നെ എന്താ പറയുക ചവറ്റ് കൊട്ടയിലിട്ട് നോക്കാം. എപ്പോഴെങ്കിലും പോകാൻ പറ്റുകയാണെങ്കിൽ അവിടെ പോയിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ പിന്നെ എന്താ പറയുക പോകാമെന്നെല്ലാം വിചാരിച്ചിരുന്നു. പോകാൻ പറ്റാണ്ടായപ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം, ചെറിയൊരു വിഷമം കേട്ടോ, സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. അപ്പോൾ ഞങ്ങൾ ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടി ചെറിയ കക്കടുത്തേക്ക് പോകാം. അപ്പോൾ ഇന്നിപ്പോൾ പിന്നെ സമയം 11 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ പോയി അവിടുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരിച്ചു വരാനുള്ള പരിപാടിയാണ്. ഇത് ഫസ്റ്റ് തന്നെ നമ്മളെ ബർത്ത്ഡേ ബോയ്ക്ക് ഒരു വിഷയമായിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. നമ്മൾ വെൽക്കം ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇന്നലെ കണ്ടിട്ടില്ല, അതുകൊണ്ട് അത് ലേറ്റ് ആയി പോയി കേട്ടാ. താങ്ക് യു. ഇവിടെ ഒരു പുതിയ പിന്നെ ഇരിപ്പിടാക്കിയിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആൽമരല്ല, ഇതെന്തോരാ ഓക്കെ, നമ്മളെ ജാതിൻ്റെ താഴെ ഇരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ ഒരു തലയണൻ്റെ കൂടി കുറവുണ്ടല്ലേ, തലയണയും കൂടി ഉണ്ടെങ്കിൽ കിടന്നുറങ്ങാം. കാക്കാൻ്റെ ബർത്ത്ഡേ ആയിട്ട് ആരും ഗിഫ്റ്റ് കൊടുത്തില്ല. കാക്ക എന്നിട്ട് എന്താ പറയുക അമ്മായിക്കാണ് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്ത ഊഞ്ഞാൽ. ഇന്നലെ കൊണ്ടുവന്നതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആടുമ്പോണ്ടല്ല സമയം പോകുന്നേ അറിയില്ല. പിന്നെ നല്ല സുഖമുണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ നേരത്തെ മാറ്റുകളെ വരുന്നത് എനിക്കിങ്ങനെ ഇരുന്നിരുന്ന് ഉറക്കം വരുന്നുണ്ട്. ഗൈസ്, നമ്മൾ വിഭവസമൃദ്ധമായ ഊണിതാ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മൾ ഉപ്പാപ്പ ഫസ്റ്റ് അടിക്കാൻ പോകുന്നത്. നമ്മൾ ചോറൊന്നും ഇനപാട് നേരെ വന്നത് ഫിലിം കാണാൻ വേണ്ടി. ആ മ്യാവെന്ന് പറഞ്ഞ ഫിലിമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടാ. നമ്മൾ ചിരിച്ച് ഒരു വകയായി. 2-3 കൊല്ലം കഴിഞ്ഞാൽ ഞങ്ങൾ മാരേജിന് ലീഗലി എലിജിബിൾ ആവും. യെസ് വാപ്പച്ചി, ഞാൻ വാപ്പച്ചിനെ ഹെൽപ്പ് ചെയ്യല്ലേ. എനിക്കറിയില്ലേ വാപ്പച്ചിയുടെ ഫിനാൻഷ്യൽ ടെൻഷൻസ് ഒക്കെ. നമ്മളിവിടുന്ന് ഫിലിം കാണുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇക്കാക്ക് എന്തോ കിച്ചണിൽ ചെയ്യുന്നുണ്ട്. എന്താണ് ഞാൻ കാണിച്ചത്. എന്താ ചെയ്യുന്നേ ഇന്ന് ഇക്കാക്കാൻ്റെ? ചിക്കൻ അഫ്ഗാനി. ഇക്കാക്ക് ഒരു പുതിയ മസാല കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്നതാണ്. എന്താ ചിക്കൻ അഫ്ഗാനി. ഇതിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതവിടെ കുഞ്ഞുള്ളി ഉണ്ട്, ഇവിടെ ഇഞ്ചി, ഇതെന്താ വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ്, കൊറിയാണ്ടർ ലീഫ്, ഇത് 3 കൂടി മിക്സ് ഉള്ളത്. പിന്നെ സീക്രട്ട് മസാല വേറെ ഉണ്ട്. അത് പറഞ്ഞു തരില്ല, അത് പറഞ്ഞു തരില്ല എന്നാ പറയുന്നത്. സീക്രട്ട് മസാല നോ. എന്നാ പിന്നെ കുഴപ്പമില്ല, കാക്കേതായാലും ഇത് ഇവിടുന്ന് ചെയ്യട്ടെ. സീക്രട്ട് ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ അഭിപ്രായം പറയാം. എന്നൊക്കെ ഇതിൽ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണം, നമുക്ക് മാറി നിൽക്കാം. അപ്പോൾ അവരെ പരിപാടിയെല്ലാം അവിടെ നടക്കട്ടെ. നമുക്ക് ഇത് നമ്മളെ അമ്മായി ചായക്ക് സ്നാക്കെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പഴംപൊരി ആൻഡ് അമ്മായി സ്പെഷ്യൽ കൽത്തപ്പം. ഞാൻ അന്നൊരു കൽത്തപ്പം കാണിച്ചില്ലേ, എൻ്റെ പിന്നെ ബ്രദറിൻ്റെ വൈഫ് ഉണ്ടാക്കിയ. അത് വേറെ ടേസ്റ്റ്, ഇത് വേറെ ടേസ്റ്റ്. നമ്മളുടെ ചായയിലും കുടിച്ചോടെ പോകാമെന്ന് വിചാരിച്ചു തന്നപ്പോഴേക്ക് നോക്കുമ്പോഴേക്ക് നമ്മൾ പിന്നെ എന്താ പറയുക ചങ്കുകളെല്ലാം എത്തിയിട്ടുണ്ട്. നമ്മുടെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മക്കളെല്ലാം എത്തിയിട്ടുണ്ട്. എല്ലാവരും ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ക്രിക്കറ്റ് അറിയാത്ത ഞാനും ക്രിക്കറ്റ് അറിയുന്ന ഇവരെല്ലാന്നുള്ള കേട്ടോ.
എന്താവും ഏതാവും ഒന്നും അറിയില്ല. ഫ്രണ്ട്സ്, ഇപ്പം സമയമുണ്ടല്ലോ 7:15. അപ്പം നമ്മളേതായാലും ഇപ്പം പിന്നെ പോകാൻ വിചാരിച്ച കാരണം വെച്ചാൽ നാളെ ഇപ്പം മാച്ചുവിന് ക്ലാസ് തുടങ്ങിയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണം, യൂണിഫോം ഇസ്തിരിയിടണം, അങ്ങനെ കുറേ പണികളുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങുമ്പോഴേക്ക് ഒരു തരത്തിൽ കാക്ക വിടുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരിവിടെ പിന്നെ ചിക്കനൊക്കെ ചൂടാനുള്ള പരിപാടിയാണ്. ഞാൻ നേരത്തെ കാണിച്ചു നിൽക്കേ കാക്ക പിന്നെ എന്താ പറയുക മസാലയൊക്കെ പുരട്ടി വെക്കുന്നത്. അപ്പോൾ എനിക്ക് കഴിച്ചിട്ട് പോയാൽ മതി എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മൾ ചെറിയ സ്പെഷ്യൽ മസാല ചേർത്ത ചിക്കൻ. നമ്മൾ അമ്മ ഉണ്ടാക്കിയതുകൊണ്ട് കാണിച്ചതരാം. നമ്മൾ അമ്മായി ഉണ്ടാക്കിയ മസാല ഇതാവിടെ പുറത്തെത്തിപ്പോയി കേട്ടോ. അത് കുക്കിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളത്. ഇതുണ്ട നമ്മൾ നിസാറിയപ്പിളാക്കുന്നത് ഭയങ്കര സംഭവമാണ് കേട്ടോ. ഒന്ന് കാണിച്ചേ, ഹെയർ ഡ്രയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മളെല്ലാം ആണെങ്കിൽ ഇതിങ്ങനെ വീശി 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 പണിയാവുകയാണ്. നോക്കിയാ വളരെ ബുദ്ധിപരമായ നീക്കമാണ് നമ്മളെ നിസാറിയപ്പിള ചെയ്തിരിക്കുന്നത്. നമ്മളെ അമ്മായിൻ്റെ മസാല കാണിച്ചെന്ന് വെച്ചാലാ ഇതാണ്. ഇതിന്റെ പേരെന്താന്ന് കാക്കറിയാം? ഇത് കാക്കൻ്റെത് അഫ്ഗാനിയാണ്. ഇതെന്നാന്നറിയില്ലേ, ചിക്കൻ ഷാമി പോലും. ഓക്കെ, ഇന്ന് നമ്മൾ ലേഡീസിന് മൊത്തം റെസ്റ്റാണ്. ഇതാ ഇവിടെ നമ്മളെ ഇക്കാക്ക കുക്കിങ്ങിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതെന്നാ ചെയ്യുന്നുള്ളത് ഇക്കാക്ക മാത്രമേ അറിയുള്ളൂ. നമ്മളിവിടെ ആരെയും നിർത്തിക്കുന്നില്ല. ഇവിടെ വരുമ്പം തന്നെ എല്ലാവരും ഓടിക്കുകയാണ്. ഷെഫ് ഖാദർ ഒന്ന് പറഞ്ഞു തരും ഇതിന്റെ പേരെങ്കിലും. ഇപ്പൊ എന്താ ഷെഫ് കേക്ക് ഇതാണ്ട കാക്കി ഇവിടെ കുക്ക് ചെയ്യുന്ന. ബാക്കി രണ്ടാണുങ്ങന്മാരത് അവിടെ മത്സരിച്ച് കബാബ് ഉണ്ടാക്കുന്നു. എത്തിയ യെസ് ഗൈസ്, നമ്മളെ പൂക്കാക്കിയോ പിന്നെ നമ്മളെ സായുധമ്മയിലും വന്നിട്ടുണ്ട്. നമ്മളെ കാക്കൻ്റെ സ്പെഷ്യൽ പാവ. ഇത് കണ്ട കഷ്ടപ്പെടുന്ന പെടലേ പാവങ്ങള്. എല്ലാം ചെയ്ത് അടച്ചു വെച്ച്. ഇതൊരു പുതിയ മോഡലാണല്ല വാഴയിലേലി. ഇതിപ്പോ ഇത് താമസം പിടിച്ചില്ലേ? ആ ശരി, അതാണല്ലോ അതിന്റെ പ്രത്യേകത. വാഴയിലയിൽ പൊതിഞ്ഞു വെക്കുന്നതിന്റെ പ്രത്യേകത 5 minute ഫിനിഷ്. വേറൊന്നും നോക്കാനില്ല. വാഴയിലയിൽ പൊള്ളിക്കുന്ന ആണുങ്ങന്മാർ, അത് നോക്കി നിൽക്കുന്ന പെണ്ണുങ്ങന്മാർ. കണ്ടാ, ഇന്നൊരു പണി വലിയ ഇത് നോക്കി നിൽക്കലാണ് ഇതുവരെ പ്രധാന പണി. ഇതെപ്പാവുക തന്നെ. റഷ്യൻ സാലഡ്, പിന്നെ ചിക്കൻ, നമ്മളെ ചെറിയ കാക്കാൻ്റെ സ്പെഷ്യൽ മയോണീസ്. ഇത് നമ്മളെ പൂക്കാക്കാൻ്റെ സ്പെഷ്യൽ മീനാണ്. ചെമ്പല്ലി, ഓവൾ, കരിമീൻ. പിന്നെ ഇത് നമ്മളെ ശ്യാമലമ്മൻ്റെ സ്പെഷ്യൽ ചിക്കൻ, പിന്നെ പൊറോട്ട. അപ്പോൾ ഇത് നമ്മളെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നോട് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഒഴിവാകുന്ന പറയുന്നത്. അപ്പോൾ ഓക്കെ മക്കളൊക്കെ റെഡി, അറ്റാക്ക് തുടങ്ങിക്കോളൂ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ എല്ലാവരും ഇവിടുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം സമയം 10:30 മണിയാകാനായി. എന്തായാലും നമ്മളിന്ന് അടിച്ച് പൊളിച്ച് ആർമാദിച്ച് ഇപ്പം സമയം 11 മണിയായി. നമ്മളെ പൂക്കാക്കിയുണ്ട് നമ്മളെ കൂടെ. ഫ്രണ്ട്സ്, ഇന്നലെ രാത്രി കിടന്നുറങ്ങുമ്പോഴേക്കുണ്ടല്ലോ സമയം 12 മണിയായിന്. അപ്പോൾ പിന്നെ ആ സമയത്ത് തന്നെ ഞാൻ ഔട്ടറെല്ലാം പറയാൻ വിചാരിച്ചത്. പക്ഷേ ആകെ ടയേർഡായതുകൊണ്ട് പിന്നെ കയറി കിടന്നുറങ്ങി. ഇന്ന് കാലത്തിറങ്ങി പിന്നെ മുറ്റത്ത് നോക്കുമ്പോഴേക്കും ഒരു പെൺമയിൽ. ഞാൻ വേഗം പോയിട്ട് ക്യാമറ എടുത്തിട്ട് വിചാരിച്ചു ഇപ്പം തന്നെ ഔട്ടർ പറയാൻ. വന്ന് നോക്കുമ്പോഴേക്കും മയിലിനെ കാണുന്നില്ല. നോക്കുമ്പോൾ നമ്മൾ തറൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത് പോകുന്നതിന് ദൂരെ പോകുന്നത്. എനിക്ക് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നി ഈ മയിൽ. പിന്നെ നമ്മൾ ഉപദ്രവിക്കാനൊന്നല്ല, പക്ഷെ അതിനറിയില്ലല്ലോ ഉപദ്രവിക്കാനാണോ അതോ ഫോട്ടോ എടുക്കാനൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിച്ച് നമ്മൾ അന്നേരം തന്നെ തിരിച്ചിടാൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അടിപൊളിയൊന്നും കിട്ടൂല. എന്തായാലും എല്ലാവരും കൂടിയിട്ട് നല്ല തിമ്മർത്ത് ഇന്നലത്തെ ദിവസം. പിന്നെ ഒരാൾക്കാർ എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് ഈ വെറും തിന്നൽ മാത്രമാണോ? തിന്നൽ മാത്രമൊന്നല്ല, നമ്മൾ ശരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഒത്തുകൂടൽ, നമ്മളെ കളി തമാശകൾ അതിനെല്ലാമാണ്. പിന്നെ അതിൻ്റെ കൂടെ ഫുഡില്ലാണ്ട് നടക്കൂലല്ലോ. അപ്പോൾ അങ്ങനെ കഴിക്കുന്നതാണ്. എല്ലാവരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, എന്തായാലും നമ്മൾ ഇന്നലത്തെ ദിവസം അടിച്ച് പൊളിച്ച്. അപ്പോൾ പിന്നെ എന്താ പറയുക,
പ്രത്യേകിച്ച് പറയാവുന്നതാണ്. നമുക്ക് ഇങ്ങനെ ഈ ഒരു അവസരങ്ങൾ കിട്ടുന്നത് നമ്മളെന്തായാലും യൂട്ടിലൈസ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കിട്ടുന്ന ഓരോരോ നിമിഷങ്ങളും അടിച്ചു പൊളിച്ച് തകർത്തങ്ങ് ആസ്വദിക്കുക, അത്രയല്ലേ പറ്റുള്ളൂ. അപ്പം എന്തായാലും ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.